നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. എന്നാൽ അധികം ആൾക്കാർക്ക് വലിയ അറിവൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രത്തെപ്പറ്റി ഞാനിന്ന് പരിചയപ്പെടുത്താം. ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന കൃത്യസമയത്ത് ഭഗവാന് ക്ഷീരധാര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഭഗവാന്റെ ധാര കാണുന്നത്. അങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്നാൽ അതിന് തൊട്ടടുത്തുള്ള അന്തിമഹാകാളൻ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് നമ്മൾ ഓർത്തത്. ഇത്രയും വർഷങ്ങളായിട്ട് ഏറ്റുമാനൂരപ്പനെ കാണാൻ വന്നിട്ട് അധികം ശ്രദ്ധയിൽ പോകാത്ത ഒരു ക്ഷേത്രം. ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയുടെ എതിരായിട്ട് ഒരു 100 മീറ്റർ മുൻപോട്ട് നടന്നാൽ ഒരു ക്ഷേത്രം, അന്തിമഹാകാളൻ കാവ്. അന്തിമഹാകാളൻ കാവ് അല്ലെങ്കിൽ അന്ത്യാളൻ കാവ് എന്നൊക്കെ ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. ഇത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ചുടലമൂർത്തിയായ ശിവരൂപവും പാർവതിയും ശാസ്താവും ഭഗവതിയും ദുർഗാദേവിയുമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം ഉഗ്രമൂർത്തികളാണെന്നാണ് വിശ്വാസം. അധികം ആളും ബഹളവും ഒന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനിയപ്പം ഏറ്റുമാനൂരപ്പനെ കാണാൻ വരുമ്പം കൂടെ ഈ ക്ഷേത്രത്തെ സന്ദർശിക്കാൻ ശ്രമിക്കുക. പോയിട്ടില്ലാത്തവരെല്ലാം അവിടെ പോവുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്.